ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും ലോകശ്രദ്ധ നേടുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ പുതിയ അവകാശവാദങ്ങളും മറുപടികളും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ പദ്ധതികൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, ഗൾഫ് മേഖലയിലെ സുരക്ഷ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില പ്രസ്താവനകളാണ് ഏറ്റവും പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് അഥവാ IAEAയ്ക്ക് ഇറാൻ അനുമതി നൽകിയെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇത് വലിയ മുന്നേറ്റമാണെന്നും സമാധാന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ തീരുമാനമുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ അവകാശവാദവും ഇറാൻ അംഗീകരിച്ചിട്ടില്ല. നിലവിലെ അത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ആയതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പര വ്യത്യാസമായ അവകാശവാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഇറാനിൽ നിലവിലുള്ള നിയമപ്രകാരം IAEAയുടെ ചില പരിശോധനകൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. പാർലമെന്റ് പാസാക്കിയ നിയമം കാരണം വിദേശ പരിശോധനാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ചില പരിധികൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്ക പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണമെന്നില്ലെന്നാണ് ഇറാന്റെ വാദം. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന ചർച്ചകളെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്ഥിതി കൂടുതൽ മോശമാകുകയായിരുന്നുവെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞു. കൂടുതൽ രക്തച്ചൊരിച്ചിലിനും സൈനിക സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇരു രാജ്യങ്ങളും ഇപ്പോൾ ചർച്ചയുടെ പ്രാധാന്യം അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഫലത്തെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയാണ് സംസാരിക്കുന്നത്. അമേരിക്ക ചില പുരോഗതികൾ ഉണ്ടായതായി പറയുമ്പോൾ ഇറാൻ അതിൽ കൂടുതൽ സൂക്ഷ്മമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം ഇറാന്റെ വിദേശ ബാങ്കുകളിലെ മരവിപ്പിച്ച ഫണ്ടുകളെക്കുറിച്ചാണ്. വർഷങ്ങളായി വിവിധ ഉപരോധങ്ങളുടെ ഭാഗമായി ഇറാന്റെ കോടിക്കണക്കിന് ഡോളർ വിദേശ അക്കൗണ്ടുകളിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിലും ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അമേരിക്കയുടെ നിലപാടനുസരിച്ച് ഈ ഫണ്ടുകൾ പ്രത്യേക അക്കൗണ്ടുകളിലേക്ക് മാറ്റിയ ശേഷം ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കും ഉപയോഗിക്കാൻ കഴിയുക. ആയതിനാൽ പ്രധാനമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനോ അംഗീകരിച്ച ചില അവകാശങ്ങൾക്കോ മാത്രം പണം വിനിയോഗിക്കാനാകുമെന്നാണ് അമേരിക്കയുടെ അഭിപ്രായം. ഏകദേശം 1200 കോടി ഡോളറോളം വരുന്ന തുകയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച നടത്തുന്നത്. എന്നാൽ ഈ പണം എങ്ങനെ ചെലവഴിക്കണമെന്നത് തങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. സ്വന്തം പണത്തിന്റെ ഉപയോഗത്തിൽ മറ്റൊരു രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ അവകാശമില്ലെന്നാണ് ഇറാന്റെ വാദം. ഇതിനിടെ ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായ ഹോർമൂസ് കടലൊടുക്ക് വീണ്ടും ചർച്ചയാകുകയാണ്. ലോകത്തിലെ എണ്ണക്കപ്പലുകളിൽ വലിയൊരു വിഭാഗം കടന്നുപോകുന്ന അതീവ പ്രാധാന്യമുള്ള ജലപാതയാണ് ഹോർമൂസ്. ഈ പ്രദേശത്ത് തങ്ങൾക്ക് സ്വാധീനമുണ്ടെന്നും സുരക്ഷാ കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും ഇറാൻ ആവർത്തിക്കുന്നു. എന്നാൽ ഈ കടൽപാത എല്ലാവർക്കും സ്വതന്ത്രമായി ഉപയോഗിക്കാനാകണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. അന്താരാഷ്ട്ര വ്യാപാരത്തിനും ഊർജ്ജ വിതരണത്തിനും ഹോർമൂസ് തുറന്ന നിലയിൽ തുടരേണ്ടത് അനിവാര്യമാണെന്നാണ് അമേരിക്ക പറയുന്നത്. ഇതിനിടെ കരാർ വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ടെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. ഇത് വീണ്ടും സംഘർഷ സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനുമായി നടന്ന ചർച്ചകളിൽ ഉൾപ്പെട്ട ചില ഉദ്യോഗസ്ഥർക്കെതിരെ രാജ്യങ്ങൾക്കുള്ളിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇറാന്റെ ഫണ്ട് ഉപയോഗിക്കേണ്ടി വരുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ചില വിഭാഗങ്ങളിൽ എതിർപ്പിന് കാരണമായത്. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് വിമർശകരുടെ ആവശ്യം. ഇതിനിടെയാണ് ഗൾഫ് മേഖലയിലെ ഒരു പ്രധാന ശബ്ദമായ ഖത്തർ രംഗത്തെത്തിയത്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഇറാനുമായി സംവാദം തുടരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചു. ഇറാൻ ഒരു അയൽരാജ്യമാണെന്നും മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇറാനുമായി നല്ല ബന്ധം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തുകയാണ് ഏറ്റവും നല്ല മാർഗമെന്നും ഖത്തർ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഗൾഫ് മേഖലയിലൂടെ ഭാവി സുരക്ഷയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പുതിയ സുരക്ഷാ സംവിധാനം രൂപീകരിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഗൾഫ് സന്ദർശനവും ശ്രദ്ധ നേടുന്നുണ്ട്. UAE, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടുകൾക്കും ഈ സന്ദർശനം പ്രധാനപ്പെട്ടതായി വിലയിരുത്തപ്പെടുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും വളരെ സൂക്ഷ്മമായ ഘട്ടത്തിലാണ്. ഒരു വശത്ത് ചർച്ചകളും നയതന്ത്ര ശ്രമങ്ങളും തുടരുമ്പോൾ മറുവശത്ത് പരസ്പര അവകാശവാദങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നിലനിൽക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ആണവ വിഷയത്തിലും സാമ്പത്തിക ഉപരോധങ്ങളിലും ഗൾഫ് സുരക്ഷാ കാര്യങ്ങളിലുമുള്ള ചർച്ചകൾ കൂടുതൽ നിർണായകമാകാൻ സാധ്യതയുണ്ട്. സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുമോ അതോ പുതിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് ലോകം ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.